ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ അമിതമായ സംസാരം ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ ഊർജത്തെ വളരെയധികം ക്ഷയിപ്പിക്കുന്നു. നിരന്തരം സംസാരിക്കുന്നത് തലച്ചോറിന് വിശ്രമം ലഭിക്കുന്നത് തടയുകയും ഇത് മാനസിക സമ്മർദ്ദത്തിനും ഏകാഗ്രത കുറയുന്നതിനും കാരണമാവുകയും ചെയ്യുന്നു. കൂടാതെ കൂടുതൽ സംസാരിക്കുന്നവരിൽ ഉണ്ടാകുന്ന സാമൂഹിക സമ്മർദ്ദം അവരുടെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ശ്രദ്ധിച്ച് സംസാരിക്കാത്തത് മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്താനിടയാക്കും. അനാവശ്യമായ വാക്കുകൾ പുറത്തുവരുന്നത് വഴി തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയും വ്യക്തിബന്ധങ്ങൾ വഷളാകുകയും ചെയ്യുന്നു. ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ മൗനം പാലിക്കുന്നത് തലച്ചോറിലെ പുതിയ കോശങ്ങളുടെ വളർച്ചയെ ന്യൂറോജെനസിസ് സഹായിക്കുമെന്നും ചിന്താശേഷി വർദ്ധിപ്പിക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ അമിത സംസാരം ഈ ഗുണങ്ങളെ ഇല്ലാതാക്കുന്നു. ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ അമിത സംസാരം അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലൊന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുള്ളത്, ഒരാൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് സംസാരിക്കട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. അനാവശ്യമായ സംസാരങ്ങൾ ഹൃദയത്തെ കടുപ്പമുള്ളതാക്കുമെന്നും അത് അള്ളാഹുവിൽ നിന്ന് മനുഷ്യനെ അകറ്റുമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ നാവ് പിടിച്ചു പറയുമായിരുന്നു, ഇതാണ് എന്നെ അപകടങ്ങളിൽ ചാടിക്കുന്നത് എന്ന്. അധികം സംസാരിക്കുന്നവരിൽ തെറ്റുകൾ വർദ്ധിക്കുമെന്നും തെറ്റുകൾ വർദ്ധിച്ചാൽ അത് അവരെ നരകത്തിലേക്ക് നയിക്കുമെന്നും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിട്ടുണ്ട്. നാവിലൂടെ പുറത്തുവരുന്ന ഓരോ വാക്കും രേഖപ്പെടുത്തപ്പെടുന്നുണ്ടെന്നും അതിനെക്കുറിച്ച് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്നും ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നു. പ്രവാചകന്മാരായ ഈസാ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം തുടങ്ങിയവരും മൗനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അനാവശ്യമായ തർക്കങ്ങളും കള്ളം കലർന്ന സംസാരങ്ങളും ഉപേക്ഷിക്കുന്നത് വിശ്വാസത്തിന്റെ പൂർണ്ണതയാണെന്ന് ഇസ്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത്യാവശ്യ കാര്യങ്ങൾക്കും അറിവ് പകരാനും അള്ളാഹുവെ സ്മരിക്കാനും മാത്രമേ സംസാരം ഉപയോഗിക്കാവൂ എന്നതാണ് ഇസ്ലാമിക മര്യാദ. അമിതമായി സംസാരിക്കുന്നത് വിശ്വാസിയുടെ സംസ്കാരത്തിന് അനുയോജ്യമല്ലെന്ന ഗൗരവകരമായ കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. നാവിലൂടെ പുറത്തുവരുന്ന വാക്കുകൾ നിസ്സാരമാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നാമെങ്കിലും അവ പരലോകത്ത് വലിയ പ്രതിഫലങ്ങൾക്കോ ശിക്ഷകൾക്കോ കാരണമാകുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സംസാരം നിയന്ത്രിക്കുക എന്നത് ആത്മീയമായ ഔന്നത്യം കൈവരിക്കാനുള്ള പ്രധാന വഴികളിലൊന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ എപ്പോഴും മൗനത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിയിരുന്നു. ഒരാളുടെ ഇസ്ലാം മനോഹരമാകുന്നത് തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോഴാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. നാവുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പ്രവാചകൻ വ്യക്തമാക്കുന്നു. വെറുതെയിരിക്കുമ്പോൾ പോലും അള്ളാഹുവെ സ്മരിക്കാത്ത സംസാരങ്ങളിൽ ഏർപ്പെടുന്നത് ഹൃദയത്തെ കാഠിന്യമുള്ളതാക്കും. ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ആരുടെ സംസാരം അധികരിക്കുന്നുവോ അവന്റെ പിഴവുകൾ അധികരിക്കും, ആരുടെ പിഴവുകൾ അധികരിക്കുന്നുവോ അവന്റെ ലജ്ജ കുറയും, ലജ്ജ കുറഞ്ഞവന്റെ ഭക്തി കുറയും, ഭക്തി കുറഞ്ഞവന്റെ ഹൃദയം മരിക്കും. ഇത് അമിത സംസാരം എങ്ങനെ ഒരു മനുഷ്യന്റെ ആത്മീയ തകർച്ചയ്ക്ക് കാരണമാകുന്നു എന്നതിലേക്കുള്ള സൂചനയാണ്. സഹാബികൾ പലപ്പോഴും തങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാൻ കഠിനമായി പരിശ്രമിച്ചിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ നാവ് പിടിച്ചു വലിച്ചുകൊണ്ട് സ്വയം വിചാരണ ചെയ്യുന്നത് പതിവായിരുന്നു. ലോകത്തിന്റെ എല്ലാ നാശങ്ങൾക്കും കാരണം നാവാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുപോലെ സഹാബി വനിതയായ ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ സംസാരത്തിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തിയിരുന്നു. അന്യരുടെ കുറ്റങ്ങൾ പറയുന്നതിനും ഗീബത്ത്, ഏഷണി പറയുന്നതിനും നമീമത്തെതിരെയുള്ള കടുത്ത താക്കീതുകൾ ഖുർആനിലുടനീളം കാണാൻ സാധിക്കും. മുൻകാല പ്രവാചകന്മാരും സംസാരത്തിലെ മിതത്വം പാലിക്കാൻ ഉപദേശിച്ചിരുന്നു. മൂസ അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ സംസാരത്തിലെ വൈകല്യങ്ങൾ മാറ്റാനും വ്യക്തമായി സംസാരിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. ഇത് വാക്കുകളുടെ കൃത്യതയ്ക്കുള്ള പ്രാധാന്യത്തെ കാണിക്കുന്നു. ഈസ അലൈഹിസ്സലാം പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നു, നന്മയല്ലാത്ത സംസാരമില്ലാത്ത മൗനം ഒരു ആരാധനയാണ്. പരലോകത്ത് ഒരാൾ സംസാരിച്ച ഓരോ വാക്കിനും കൃത്യമായ വിചാരണയുണ്ടാകും. നന്മ കൽപ്പിക്കാനോ തിന്മ തടയാനോ അള്ളാഹുവിനെ സ്മരിക്കാനോ അല്ലാത്ത ഓരോ സംസാരവും നമുക്ക് ദോഷകരമായി മാറാൻ സാധ്യതയുണ്ട്. നാവു കാരണം നരകത്തിൽ വീഴുന്നവരുടെ എണ്ണം കൂടുതലായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. അതിനാൽ മിതമായി സംസാരിക്കുകയും അനാവശ്യ സദസ്സുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത് ഒരു വിശ്വാസിക്ക് ഏറ്റവും ഗുണകരമാണ്. വിജ്ഞാനികളും ആത്മീയ ഗുരുക്കന്മാരും നാവു നിയന്ത്രിക്കുന്നതിനെ പവിത്രമായ ഒരു കർമ്മമായാണ് കണ്ടിരുന്നത്. അനാവശ്യമായ സംസാരം ഒരു മനുഷ്യന്റെ വിവേകത്തെ നശിപ്പിക്കുമെന്നും ആത്മീയമായ വെളിച്ചം കെടുത്തിക്കളയുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. സംസാരം കുറയ്ക്കുന്നത് ബുദ്ധിയുടെ പൂർണ്ണതയാണെന്നും അവർ പഠിപ്പിച്ചു. മഹാന്മാരുടെ കാഴ്ചപ്പാടുകളെയും ചരിത്രപരമായ പാഠങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇനി പറയാൻ പോകുന്നവയാണ്. മഹാനായ ഇമാം ഗസ്സാലി തന്റെ ഇഹ്യാ ഉലൂമിദ്ദീനിൽ നാവുണ്ടാക്കുന്ന 20ഓളം ആപത്തുകളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. 4 കാര്യങ്ങൾ ആത്മീയ പാതയിലെ യാത്രക്കാരന് നിർബന്ധമാണ്: ഏകാന്തത, മൗനം, വിശപ്പ്, രാത്രിയിലെ ജാഗരണം എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അമിതമായി സംസാരിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകാൻ ദിക്ർ സാധിക്കില്ലെന്നും അത് ഹൃദയത്തെ ദുഷിപ്പിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നാവ് ഒരു വന്യമൃഗത്തെ പോലെയാണെന്നും അതിനെ കെട്ടിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ ആക്രമിക്കുമെന്നും മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്.
ഭരണാധികാരിയായിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ ജനങ്ങളോട് പറഞ്ഞു, മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നവൻ തന്റെ സംസാരം കുറയ്ക്കും. ലോകപ്രശസ്ത ചിന്തകനായിരുന്ന ലുക്മാൻ ഹക്കീം അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശങ്ങളിൽ മൗനത്തിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. സംസാരം വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണ് എന്ന പ്രശസ്തമായ വചനം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ചരിത്രത്തിലേക്ക് നോക്കിയാൽ നാവ് നിയന്ത്രിക്കാത്തതുകൊണ്ട് വലിയ സാമ്രാജ്യങ്ങൾ തകർന്നതും രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായതും കാണാം. ഒരു തമാശ രൂപേണ പറഞ്ഞ വാക്കോ അല്ലെങ്കിൽ അഹങ്കാരത്തോടെയുള്ള സംസാരമോ വലിയ യുദ്ധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഉദാഹരണത്തിന്, ചരിത്രത്തിൽ പല രാജാക്കന്മാരും തങ്ങളുടെ അമിത ആത്മവിശ്വാസം കലർന്ന സംസാരം കാരണം ശത്രുക്കളെ പ്രകോപിപ്പിക്കുകയും അത് അവരുടെ അന്ത്യത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ പരിഹസിച്ചവർ പിൽക്കാലത്ത് വലിയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതായി ഇസ്ലാമിക ചരിത്രത്തിലും പൊതുചരിത്രത്തിലും ധാരാളം കാണാം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തിന് കാട്ടിക്കൊടുത്ത ഒരു പാഠമുണ്ട്. ഒരിക്കൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ സംസാരിക്കുന്നതിനെക്കുറിച്ചും ഞങ്ങൾ വിചാരണ ചെയ്യപ്പെടുമോ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മുആദേ, നിന്റെ മാതാവ് നിന്നെ നഷ്ടപ്പെടട്ടെ. ഒരു പ്രയോഗം, നാവുകൾ കൊയ്തെടുക്കുന്നതല്ലാതെ മറ്റെന്താണ് മനുഷ്യരെ മുഖംകുത്തി നരകത്തിൽ വീഴ്ത്തുന്നത്? ഈ വാക്കുകൾ ഒരു വിശ്വാസി തന്റെ ഓരോ വാക്കിനും അള്ളാഹുവിന്റെ മുൻപിൽ കണക്ക് പറയേണ്ടി വരുമെന്ന വലിയ താക്കീതാണ്. യുദ്ധഭൂമികളിൽ പോലും സഹാബികൾ മിതത്വം പാലിച്ചിരുന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വിനെപ്പോലുള്ള സേനാധിപന്മാർ തങ്ങളുടെ വാക്കുകളേക്കാൾ പ്രവൃത്തികൾക്ക് പ്രാധാന്യം നൽകി. അനാവശ്യമായ വാഗ്വാദങ്ങൾ സൈന്യത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. ചരിത്രത്തിൽ പല ഇസ്ലാമിക പണ്ഡിതന്മാരും ഭരണാധികാരികളുടെ തെറ്റുകളെ തിരുത്താൻ പോകുമ്പോൾ വാക്കുകൾ ഏറ്റവും സൂക്ഷ്മതയോടെ ഉപയോഗിച്ചിരുന്നു. ഒരു വാക്ക് പിഴച്ചാൽ അത് വലിയ ഫിത്നകൾക്ക്, കുഴപ്പങ്ങൾ കാരണമാകുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിമാന്റെ നാവ് അവന്റെ ഹൃദയത്തിന് പിന്നിലാണ്, എന്നാൽ വിഡ്ഢിയുടെ ഹൃദയം അവന്റെ നാവിന് പിന്നിലാണ്. അതായത് ബുദ്ധിമാൻ ചിന്തിച്ച ശേഷം മാത്രം സംസാരിക്കുന്നു, എന്നാൽ വിഡ്ഢി സംസാരിച്ച ശേഷം മാത്രം ചിന്തിക്കുന്നു. ഈ പാഠം ഉൾക്കൊള്ളാത്ത പലരും ചരിത്രത്തിൽ സ്വന്തം വാക്കുകളാൽ തന്നെ ബന്ധനസ്ഥരാകുകയോ അപമാനിതരാകുകയോ ചെയ്തിട്ടുണ്ട്. മഹാന്മാരുടെ ജീവിതത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നാം പഠിക്കേണ്ട മൗനത്തിന്റെ പാഠങ്ങൾ. പ്രമുഖ സൂഫിവര്യനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു നാവ് നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായി താക്കീത് നൽകിയിട്ടുണ്ട്. ഹൃദയം അള്ളാഹുവിൽ ലയിക്കണമെങ്കിൽ നാവ് അനാവശ്യ സംസാരങ്ങളിൽ നിന്ന് മുക്തമാകണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. നിന്റെ നാവുകൊണ്ട് നീ നിന്റെ ഖബറിനെ കുഴിക്കരുത് എന്ന മഹദ്വചനം അമിത സംസാരം വരുത്തിവെക്കുന്ന വിനകളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഇത്രയധികം മൗനം പാലിക്കുന്നത്? അദ്ദേഹം മറുപടി നൽകിയത്, എന്റെ വാക്കുകൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ടെന്നും അതിൽ ഓരോന്നിനും ഞാൻ മറുപടി പറയണമെന്നും എനിക്കറിയാം. അതിനാൽ ഉപകാരമില്ലാത്തതൊന്നും ഞാൻ സംസാരിക്കാറില്ല എന്നാണ്. മഹത്തുക്കൾ ഭൗതികമായ നേട്ടത്തേക്കാൾ പരലോകത്തെ രക്ഷയ്ക്കാണ് മുൻഗണന നൽകിയിരുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ചരിത്രത്തിലെ ഒരു വലിയ അപകടം പരിശോധിക്കുകയാണെങ്കിൽ അമിത സംസാരവും അഹങ്കാരവും കലർന്ന വാക്കുകൾ എങ്ങനെയാണ് വലിയ നാശങ്ങൾക്ക് കാരണമായതെന്ന് കാണാം. പ്രവാചകൻ മൂസ അലൈഹിസ്സലാം ഫറോവയുടെ അടുത്തേക്ക് പോയപ്പോൾ അള്ളാഹു നൽകിയ കൽപ്പന സൗമ്യമായി സംസാരിക്കുക എന്നതായിരുന്നു. എന്നാൽ ഫറോവ തന്റെ അഹങ്കാരം കലർന്ന സംസാരത്തിലൂടെ ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ റബ്ബ് എന്ന് പ്രഖ്യാപിച്ചു. ആ ഒരു വാചകം അവനെ എന്നേക്കുമായി നശിപ്പിക്കുകയും ചരിത്രത്തിലെ ഏറ്റവും വലിയ ശാപമായി മാറ്റുകയും ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യകാല യുദ്ധങ്ങളിലൊന്നായ ഉഹുദ് യുദ്ധത്തിന് ശേഷം നടന്ന ചില സംഭവങ്ങളിൽ വാക്കുകൾ വരുത്തിവെച്ച വിനകൾ കാണാം. ചിലർ വികാരത്തള്ളിച്ചയിൽ നടത്തിയ സംസാരങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ ചെറിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും തങ്ങളുടെ വാക്കുകൾ എത്രത്തോളം നിയന്ത്രിച്ചിരുന്നു എന്നത് നമുക്ക് മാതൃകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ സംസാരത്തിൽ പുലർത്തിയിരുന്ന മാന്യതയും മിതത്വവും വിഖ്യാതമാണ്. ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയും ബാക്കി സമയം അള്ളാഹുവിനെ സ്മരിക്കാനും പ്രാർത്ഥിക്കാനും അവർ മാറ്റിവെച്ചു. സംസാരം കുറയുന്നത് അന്തസ്സും ഗാംഭീര്യവും വർദ്ധിപ്പിക്കുമെന്ന് അവർ കാണിച്ചു തന്നു. പ്രവാചകൻ സുലൈമാൻ അലൈഹിസ്സലാം പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷ അറിയുന്നവനായിരുന്നിട്ടും അദ്ദേഹം തന്റെ സംസാരം അത്യന്തം നിയന്ത്രിച്ചിരുന്നു. അധികാരം കൂടുമ്പോൾ വാക്കുകൾ കുറയ്ക്കണമെന്ന വലിയ പാഠമാണ് അദ്ദേഹം നൽകിയത്. തന്റെ അധികാരത്തിന്റെ വലിപ്പത്തിൽ അഹങ്കരിക്കാതെ എപ്പോഴും വിനയത്തോടെ സംസാരിക്കാനാണ് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത്. ചരിത്രത്തിൽ പല പണ്ഡിതന്മാരും ജയിലിൽ അടയ്ക്കപ്പെട്ടതും പീഡിപ്പിക്കപ്പെട്ടതും സത്യം വിളിച്ചു പറഞ്ഞതിനാലാണ്. എന്നാൽ മറ്റു ചിലർക്ക് നാശം സംഭവിച്ചത് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മൗനം പാലിച്ചവൻ രക്ഷപ്പെട്ടു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പഠിപ്പിച്ചത്. സഹാബികളുടെ ജീവിതത്തിൽ വാക്കുകൾ എത്രത്തോളം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്നും സംസാരത്തിൽ വരുന്ന അശ്രദ്ധ വരുത്തിവെക്കുന്ന ആപത്തുകളെക്കുറിച്ചും വ്യക്തമാക്കുന്ന ചില ചരിത്ര സംഭവങ്ങൾ. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായി. സംസാരത്തിനിടയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്പം കടുപ്പമുള്ള ഒരു വാക്ക് പ്രയോഗിച്ചു.
ഉടനെ തന്നെ അദ്ദേഹം തന്റെ തെറ്റ് മനസ്സിലാക്കുകയും മനസ്താപത്തോടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മാപ്പിരക്കുകയും ചെയ്തു. എന്നാൽ അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് സ്വീകരിക്കാൻ മടിച്ചു. ഇതിൽ വ്യാകുലപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിലെത്തി വിഷമമറിയിച്ചു. നാവുകൊണ്ടുണ്ടാകുന്ന ചെറിയൊരു പിഴവ് പോലും അത്രമേൽ അടുത്ത സുഹൃത്തുക്കൾക്കിടയിൽ പോലും പ്രയാസമുണ്ടാക്കുമെന്ന് ഈ സംഭവം പഠിപ്പിക്കുന്നു. പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടാണ് ആ പ്രശ്നം പരിഹരിച്ചത്. മറ്റൊരു ശ്രദ്ധേയമായ സംഭവം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റേതാണ്. അദ്ദേഹം അങ്ങേയറ്റം ലജ്ജാശീലനും കുറച്ചുമാത്രം സംസാരിക്കുന്ന വ്യക്തിയുമായിരുന്നു. അമിതമായ സംസാരം ചെകുത്താന്റെ കവാടമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഈ മൗനവും ഗാംഭീര്യവും ശത്രുക്കളെപ്പോലും ഭയപ്പെടുത്തിയിരുന്നു. ഒരിക്കൽ തന്റെ സംസാരത്തിൽ അശ്രദ്ധ വരാതിരിക്കാൻ അദ്ദേഹം നാവ് സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് തന്റെ സേവകരോട് ഉപദേശിക്കുമായിരുന്നു. ഭരണം കൈയാളുന്നവർ വാക്കുകൾ കുറയ്ക്കുകയും പ്രവൃത്തിയിൽ കാണിക്കുകയും വേണമെന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു അദ്ദേഹം. സഹാബി വനിതകളുടെ ചരിത്രമെടുത്താൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ തന്റെ സംസാരത്തിലെ വിവേകം കൊണ്ട് ശ്രദ്ധേയായ വ്യക്തിയാണ്. തന്റെ മകൻ മരിച്ച വിവരം ഭർത്താവായ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുമ്പോൾ അവർ കാണിച്ച സംസാരത്തിലെ നിയന്ത്രണം അത്ഭുതകരമാണ്. വിഷമകരമായ വാർത്തകൾ പോലും മറ്റുള്ളവരുടെ മാനസികാവസ്ഥ പരിഗണിച്ച് എങ്ങനെ പക്വതയോടെ അവതരിപ്പിക്കണമെന്ന് അവർ കാണിച്ചു തന്നു. അനാവശ്യമായ കരച്ചിലുകളോ നിലവിളികളോ ഇല്ലാതെ വളരെ ശാന്തമായി അവർ സംസാരിച്ചു. ഇതിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. മഹാന്മാരായ താബിഉകളിൽ പ്രമുഖനായ അഹ്നഫ് ബിൻ ഖൈസ് എന്നവർ സഹാബികളിൽ നിന്ന് പഠിച്ച ഒരു ഗുണമുണ്ട്. അദ്ദേഹത്തോടൊരാൾ ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെയാണ് ഇത്രയും ക്ഷമയും വിവേകവും ലഭിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഖൈസ് ബിൻ ആസ്ഫീം റളിയല്ലാഹു അൻഹു എന്ന സഹാബിയിൽ നിന്നാണ് ഇത് പഠിച്ചത്. അദ്ദേഹം മണിക്കൂറുകളോളം മൗനമിരിക്കും, അനിവാര്യമായ കാര്യത്തിനല്ലാതെ സംസാരിക്കില്ല. സംസാരം കൂടുമ്പോൾ ബുദ്ധി കുറയുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ചരിത്രത്തിൽ അഹ്നഫ് ബിൻ ഖൈസ് അറിയപ്പെടുന്നത് തന്നെ തന്റെ നാവ് നിയന്ത്രിച്ച ഭരണാധികാരി എന്ന നിലയിലാണ്. യൂസുഫ് അലൈഹിസ്സലാം തന്റെ സഹോദരങ്ങൾ തന്നോട് മോശമായി പെരുമാറിയപ്പോൾ പോലും അവരോട് പരുഷമായി സംസാരിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചറിയാതെ തന്റെ മുന്നിൽ വന്നപ്പോൾ പോലും അദ്ദേഹം തന്റെ വികാരങ്ങൾ അടക്കിപ്പിടിച്ചു. നിങ്ങൾ മോശമായ നിലപാടിലായിരുന്നു എന്ന് തന്റെ ഉള്ളിൽ പറയുകയല്ലാതെ അത് പുറത്തേക്ക് പ്രകടിപ്പിച്ച് അവരെ നാണം കെടുത്തിയില്ല. വാക്കുകൾ നിയന്ത്രിക്കുന്നതിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന ഔന്നത്യം യൂസുഫ് അലൈഹിസ്സലാം ചരിത്രത്തിൽ നമുക്ക് കാണിച്ചു തരുന്നു.